ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിവാഹ വീഡിയോയും ഫോട്ടോഗ്രാഫിയും അത് ഉണ്ടാക്കുന്ന ഗുരുതരമായ അനന്തരഫലങ്ങൾ പ്രമാണങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്, ഖുർആനും ഹദീസും നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ചാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദാസന്മാരെ, കുറച്ചു കാലമായി അള്ളാഹു വിവാഹമെന്ന അനുഗ്രഹം നൽകിയ ചില ആളുകളിലൂടെ നാം ഒരു വലിയ പരീക്ഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെന്നാൽ വിവാഹ ചടങ്ങുകൾ ക്യാമറയിൽ ചിത്രീകരിക്കുന്നതും വീഡിയോ ആയി റെക്കോർഡ് ചെയ്യുന്നതുമാണ്. ഇതാണ് നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ പരീക്ഷണം. ഇത് ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാനാണോ അവർ ഇത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഭാര്യയെ കൂടുതൽ സന്തോഷിപ്പിക്കാനാണോ? അല്ലെങ്കിൽ വിവാഹം ആളുകളെ അറിയിക്കാനാണോ? അല്ലെങ്കിൽ ഇതിലൂടെ അവർ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുമെന്നാണോ അവർ കരുതുന്നത്? അതോ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തോടുള്ള നന്ദികേടാണോ ഇതിന് പിന്നിൽ? ഈ അപലപനീയവും അനുവദനീയവുമല്ലാത്തതുമായ പ്രവൃത്തിയിലൂടെ മതപരമായോ ലൗകികമായോ യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. മറിച്ച് ഇതിലൂടെ ലഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് പരസ്യമാക്കുക, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്ത്രീ സമൂഹത്തിൻ്റെയും ലജ്ജയും മറയും നീക്കിക്കളയുക എന്നത് മാത്രമാണ്. ഈ ചിത്രങ്ങൾ എടുത്തു വച്ചാൽ എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് അവ കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്ത്രീകളെ ദുർനടപ്പുകാരുടെ മുന്നിൽ തുറന്നു കാട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരിയുടെ മുഖമോ മകളുടെ മുഖമോ ഭാര്യയുടെ മുഖമോ എപ്പോൾ വേണമെങ്കിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾക്ക് ഗൈറത്ത് അഥവാ അഭിമാനം, സംരക്ഷണ ബോധമുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസമുണ്ടോ? അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ശിക്ഷയായി മാറിപ്പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അള്ളാഹുവിൻ്റെ ശത്രുക്കളായ അവിശ്വാസികളോടും അവരെ അനുകരിക്കുന്നവരോടും നിങ്ങൾ ചേർക്കപ്പെടുമോ എന്ന ഭയം നിങ്ങൾക്കില്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ജനയെ അനുകരിക്കുന്നവനും അവരിൽപ്പെട്ടവനാണ്. ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ വെറുപ്പും ശത്രുതയും ഉണ്ടായി. ഒടുവിൽ കുടുംബബന്ധം തകരുന്ന തരത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നാം നമ്മുടെ രക്ഷിതാവിനെ പരസ്യമായി അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ശിക്ഷ വൈകുന്നത് അള്ളാഹു താൽക്കാലികമായി നീട്ടിവെക്കുക മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു അക്രമിക്ക് താൽക്കാലികമായി നീട്ടിവെക്കുന്നു, എന്നാൽ അവനെ പിടികൂടുമ്പോൾ പിന്നെ അവനെ വിട്ടയക്കുകയില്ല. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ വചനം പാരായണം ചെയ്തു. അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗ്രാമങ്ങളെ നിന്റെ രക്ഷിതാവ് പിടികൂടുമ്പോഴുള്ള അവൻ്റെ പിടുത്തം ഇപ്രകാരമാണ്. തീർച്ചയായും അവൻ്റെ പിടുത്തം അതീവ വേദനാജനകവും കഠിനവുമാണ്. ഇത് സൂറത്ത് ഹൂദ് 11-ാം അധ്യായം 102-ാം വചനാണ്. ജനങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കൂ, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കൂ. ഇതിൻ്റെ ഫലം എന്താണ്? ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഇതിൻ്റെ ദോഷങ്ങൾ എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാത്ത മൃഗങ്ങളെ പോലെയല്ല നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെ അറവുശാലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ അനുസരണയോടെ പോകുന്നു. മേച്ചിൽ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അവ അതുപോലെ തന്നെ പോകുന്നു. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ഉപകാരകരമായതും ദോഷകരമായതും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കുകയും അവൻ്റെ ദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപ്പെടുത്തിയ വഹിയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ വിഷയം അത്യന്തം ഗുരുതരമാണ്. ഇത് ശരീഅത്ത് കൊണ്ടും
ബുദ്ധി കൊണ്ടും സാധാരണ വിവേകം കൊണ്ടും തെറ്റാണെന്ന് വ്യക്തമായി അറിയപ്പെടുന്ന കാര്യമാണ്. അള്ളാഹു ഉൾക്കാഴ്ചയുടെ പ്രകാശം മായ്ച്ചു കളയുകയും ഹൃദയത്തിലെ ഗൈറത്ത്, മനോഭിമാനം കുറക്കുകയും ദീൻ ദുർബലമാക്കുകയും ചെയ്തവനല്ലാതെ ഇത് ആർക്കും മറഞ്ഞു കിടക്കുന്നതല്ല. മുസ്ലിങ്ങളെ, ഗൈറത്തുള്ളവരെ, നിങ്ങളുടെ പണ്ഡിതന്മാർ വിലക്കിയിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കൂ. ഈ അനുഗ്രഹം നിങ്ങളെ നാശത്തിലേക്ക് വലിച്ചിടക്കാൻ അനുവദിക്കരുത്. ഇതൊരു തിന്മയാണ്, ഇത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇത് കുഴപ്പത്തിലേക്കും അധാർമികതയിലേക്കും നയിക്കുന്ന ഒരു തുടക്കമാണ്. ഇത് ക്രമേണ ഹറാമായ ആസ്വാദനത്തിലേക്കും മോഹങ്ങളിലേക്കും നയിക്കുന്നു. കാരണം വീഡിയോയിലൂടെയോ ഫോട്ടോയിലൂടെയോ ഈ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നവന് എപ്പോൾ വേണമെങ്കിലും അവ നോക്കി ആസ്വദിക്കാൻ കഴിയും. ഈ വിഷയം വളരെ വ്യക്തമാണ്. എന്നാൽ ഈ സ്ത്രീകളുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന രക്ഷിതാക്കൾ എവിടെയാണ്? സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവർ എവിടെയാണ്? ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ തടയുന്ന വിധത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കഴിവുള്ളവർ എവിടെയാണ്? അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ നിലനിർത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ ശരീഅത്ത് ആവശ്യപ്പെടുന്ന പ്രകാരം അവൻ്റെ അതിരുകൾ സ്ഥാപിക്കുന്നവനെ അവൻ്റെ എല്ലാ ശത്രുക്കൾക്കെതിരെയും അള്ളാഹു സഹായിക്കുമെന്നതിന് ഞാൻ അള്ളാഹുവാണ് സത്യം ചെയ്യുന്നു. സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമുള്ളവരെ, ഈ ദുഷിച്ച പ്രവണത ഇല്ലാതാക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവാണ്. ചിലർ ഇതിനെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിസ്സാരമായ കാര്യമല്ല. വിവാഹത്തിലെ സന്തോഷം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിലൂടെയും ശരീഅത്ത് അനുവദിച്ച പരിധിക്കുള്ളിൽ ആഘോഷിക്കുന്നതിലൂടെയുമാണ്. അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ ലംഘിച്ചോ അവൻ്റെ നിയമങ്ങളെ അതിക്രമിച്ചോ അല്ല. അള്ളാഹു പറയുന്നു, ആ നാട്ടുകാരെല്ലാം വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. എന്നാൽ അവർ നിഷേധിച്ചു. അതിനാൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ പേരിൽ നാം അവരെ പിടികൂടി. രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ അവരിലേക്ക് വരുന്നതിൽ അവർ സുരക്ഷിതരാണെന്ന് കരുതിയോ? അല്ലെങ്കിൽ പകൽ സമയത്ത് അവർ കളിച്ചുല്ലസിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വരുന്നതിൽ അവർ സുരക്ഷിതരാണെന്ന് കരുതിയോ? അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ നിന്ന് സുരക്ഷിതരാണെന്ന് കരുതുന്നുവോ? നഷ്ടപ്പെട്ട ജനതയല്ലാതെ മറ്റാരും അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ നിന്ന് സുരക്ഷിതരാണെന്ന് കരുതുകയില്ല. ഇത് സൂറത്ത് അഹ്റാഫ് 7-ാം അധ്യായം 96-ാം വചനം മുതൽ 99-ാം വചനം വരെ. തീർച്ചയായും നമുക്ക് സത്യവിശ്വാസികൾക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നാം അവിശ്വാസികളെ പോലെയല്ല. അവർ സുഖിച്ച് ജീവിക്കുകയും കന്നുകാലികൾ ഭക്ഷിക്കുന്നത് പോലെയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരുടെ അന്തിമ അഭയസ്ഥാനം നരകാഗ്നിയാണ്. അള്ളാഹു നമ്മെ വിശ്വാസം നൽകി അനുഗ്രഹിച്ചതിന് നന്ദി ചെയ്യുന്ന സത്യവിശ്വാസികളായി നമുക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട മഹത്തായ ഉത്തരവാദിത്തമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമായ സ്വാതന്ത്ര്യം. മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യമല്ല അത്. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദക്കുമുള്ള. ഷേഖിൻ്റെ അറബി ഷേഖിൻ്റെ ശബ്ദം, അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ പോയാൽ ഇതേ തലക്കെട്ടിൽ അതിൻ്റെ താഴെ ലിങ്ക് കാണാം. ലിങ്ക് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷേഖിൻ്റെ ശബ്ദം കേൾക്കാം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.